ഉപേക്ഷിച്ച് കേരളത്തിലെത്തി. പിന്നീട് കൊച്ചിയുടെ, ഇന്ത്യയുടെ ആകെ ചരിത്രം മാറ്റിമറിച്ച ഒരു വ്യക്തി. വാസ്കോഡ ഗാമയുടെ 500ാം ചരമദിനമാണിന്ന്. വാസ്കോഡ ഗാമയുടെ മൃതശരീരം സൂക്ഷിച്ചിരുന്ന ഫോർട്ട് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് ഇന്നുള്ളത്. തവണയാണ് വാസ്കോഡ ഗാമ കേരളത്തിലെത്തിയത്. അദ്ദേഹത്തിന് 3ാം വരവിൽ മലേറിയ ബാധിച്ചായിരുന്നു മരണപ്പെട്ടത്. 1524 ഡിസംബർ 24 ഒരു ക്രിസ്തുമസിൻ്റെ തലേ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ അടക്കം ചെയ്യുന്നത്. 14 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെത്തി മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെയും പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയി. ഇതാണ് വാസ്കോഡ ഗാമയെ അടക്കം ചെയ്തിരുന്ന 500 വർഷം പഴക്കമുള്ള കല്ലറ. വിദേശികളും സ്വദേശികളും അടക്കം നിരവധി പേരാണ് ഇന്നും കല്ലറ സന്ദർശിക്കാനായി എത്തുന്നത്. ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം കൊണ്ട് തന്നെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ഇതൊരു ക്ലാസ് 1 സ്മാരകമായിട്ട് പ്രഖ്യാപിച്ച് സംരക്ഷിച്ചു പോരുന്ന സ്മാരകമാണ്. വാസ്കോഡ ഗാമ വന്ന് ഇവിടെ 3 പ്രാവശ്യം ആയിട്ട് വന്നിരുന്നു. ആദ്യം കോഴിക്കോട് വന്നു, അന്ന് കൊച്ചിയിൽ വന്നില്ല. അത് കഴിഞ്ഞ് 3ാമത്തെ വരവിന് ഇവിടെ വെച്ചാണ് മരണപ്പെടുകയും ഇവിടെ ഈ പള്ളിയിൽ അടക്കം ചെയ്തിരിക്കുക. ഈ പള്ളി യൂറോപ്യൻസ് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ പണിതിരിക്കുന്ന ആദ്യത്തെ പള്ളിയാണ്. ആ പള്ളിയുടെ അകത്താണ് വാസ്കോഡ ഗാമയെ അടക്കം ചെയ്തിരിക്കുന്നത്. ഈ പള്ളിയിലെത്തുന്നവർക്ക് മറ്റൊരു കൗതുക കാഴ്ച കൂടിയാണ് ഈ പങ്ക. അതായത് ഫാനൊന്നും ഇല്ലാതിരുന്ന ആദ്യകാലങ്ങളിൽ പള്ളിയിൽ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തുന്ന ആളുകൾക്ക് ചൂടിന് ആശ്വാസം ലഭിക്കാനായി ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഈ പങ്ക. മരിച്ചിട്ട് വർഷം 500 പിന്നിട്ടു. വാസ്കോഡ ഗാമ എന്ന പേരും ആ വ്യക്തിയും ഇന്നും എന്നും അത്ഭുതമാണ്, കൗതുകമാണ്. കൊച്ചിയിൽ നിന്നും മനോജ് മാടിച്ചേരിക്കൊപ്പം സ്നേഹ ഓൺലൈൻ, മാതൃഭൂമി ന്യൂസ്.